അതെ, വാഴക്കൂമ്പ് കൊണ്ടൊരു കട്ട്ലേറ്റ് പിള്ളേർക്ക് കൊടുക്കാൻ നല്ല സാധനമാണ്. ഇത് ഏത്തവാഴയുടെ കൂമ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടൊരു കട്ട്ലേറ്റ് അത് ഹെൽത്തി ആയിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി പിള്ളേർക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ആയിട്ട് കൊടുക്കാം. കട്ട്ലേറ്റിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധനങ്ങളെല്ലാം ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പം ഇതാണ് നമ്മുടെ വാഴക്കൂമ്പ് നല്ല പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുകയാണ്. ഇത് ഒരു കിഴങ്ങ്, മുഴുത്ത കിഴങ്ങാണ്, അതൊന്ന് പുഴുങ്ങി വെച്ചേക്കുന്നു. പിന്നെ സവോള, അതിന് ഒരു സവോള പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത്. അതിൻ്റെ കൂടെ പച്ചമുളക്, കരിയാപ്പില പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ്, അതൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, നമ്മുടെ കുരുമുളക് പൊടി, മുട്ട, റസ്ക് പൊടി. ഞാൻ നമ്മുടെ ഇതിന് പകരം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നെയ്യിലാണ് ഇത് വഴറ്റുന്നത്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇതാണ് നമ്മുടെ ഇത്. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് മാറാം. എടുത്തു. ആദ്യം നമ്മൾ ഈ കൂമ്പ് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടുകയാണ്. ഇട്ടിട്ട് നമ്മൾ പാനിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പച്ചവെള്ളം ഇതൊക്കെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഇളക്കി നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അടപ്പുകൊണ്ട് അടച്ച് നല്ലപോലെ വേഗം വെക്കുക. ഈ വെള്ളം ഇതിനകത്ത് പറ്റി വരണം. ആ വെള്ളത്തിൽ വെന്ത് വെള്ളം പറ്റി നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കും. ഇത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ നല്ലപോലെ ഡ്രൈ ആകും. ഉണ്ടോ? ഡ്രൈ ആയി എടുക്കണം. അപ്പോൾ ഈ കൂമ്പ് കൊത്തുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കൂമ്പ് കൊത്തുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കയ്യെ പരത്തിയിട്ട് നല്ല പൊടിയായിട്ട് കൊത്തി എടുത്തിട്ട് അതിനകത്തുനിന്ന് ഈ നൂല് വലിച്ച് കളയണം. അല്ലെങ്കിൽ നൂലിനകത്ത് കിടക്കും, നൂല് വലിച്ച് കളയണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കറ കാണും. വെള്ളം ഊറ്റി കളഞ്ഞാൽ കറ ടേസ്റ്റ് നല്ലതാണ്. അതിൻ്റെ ഗുണം പോകും. വാഴക്കൂമ്പിൻ്റെ ഗുണമൊന്നും പോകും. ഇത് വെറും നമ്മൾ വേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കറയും കൂടെ കാണും. ആ കറയുടെ ഒരു ഇത് കാണും. അത് കിഴങ്ങൊക്കെ ചേരുമ്പോൾ അതങ്ങ് മാറും. അടുത്തൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഇതിപ്പം കണ്ടോ, ഇതുപോലെ ഡ്രൈ ആക്കി ഇവിടെ മാറ്റി വെച്ചു. അടുത്തൊരു പാൻ വെച്ച് പാൻ ചൂടായി കഴിഞ്ഞാൽ ഉടനെ നമ്മളിത് നല്ല നെയ്യ് കണ്ടോ, ഇത് 1 ടേബിൾ സ്പൂണാണ്. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്ത് ആഡ് ചെയ്യും. നമ്മൾ ഈ കൊത്തി അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതിനകത്തോട്ട് അങ്ങനെ അതൊന്ന് ചെറുതായിട്ട് ഇതിനകത്തൊന്ന് ചൂടാകും. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. പച്ചമണം ഇതിപ്പോൾ ഇതിനകത്ത് കിടന്ന് ഒന്ന് പച്ചമണമൊക്കെ മാറി വന്നു. അപ്പോൾ പച്ചമണമൊക്കെ മാറി എന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സവോള, പച്ചമുളക്, കരിയാപ്പില ഇത് ഇതിനകത്ത് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിലോട്ട് ഒരു സ്വല്പം ഉപ്പ്, നമുക്കൊന്ന് പെട്ടെന്ന് നല്ലപോലെ വാടി കിട്ടുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ, ഇതിൻ്റെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. ഇത് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അടച്ചു വെച്ചിട്ട് പോകരുത്. കൂടെ നിന്ന് നല്ലപോലെ ഇളക്കി ഇതൊരു റെഡിഷ് കളർ കയറണം. എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. റെഡിഷ് കളർ ആകണം സവോളയൊക്കെ നല്ല ഒരു റെഡിഷ് കളർ കയറി വന്ന് കണ്ടോ. ഈ പരുവാകുമ്പോൾ ഇതിലോട്ട് നമ്മൾ ഇതുണ്ടോ നമ്മുടെ ഗ്രാമ്പൂ, കറുവ, ഏലക്ക, പെരുംജീരകം അത് നമ്മൾ പൊടിച്ച് വെച്ചതാണ്. അത് സ്വല്പം ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, എരിവിന് മുളക് പൊടി ചേർക്കേണ്ട, കുരുമുളക് പൊടി ഇട്ടാൽ മതി. ഇതുകൂടെ ചേർത്ത് നല്ലപോലെ ഇത് മിക്സായി വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഇവിടെ വേവിച്ച് വെച്ച കൂമ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കൂമ്പ് കൂടെ കൂട്ടി നല്ലപോലെ മിക്സാക്കി എടുക്കും. ഇതുമായിട്ട് മിക്സായി സവോളയായിട്ട് സെറ്റായി വരും.
നല്ല ഇതായിട്ട് ഡ്രൈ ആയി വന്നു. ആ സമയത്ത് നമ്മൾ പുഴുങ്ങിയ നല്ലപോലെ ഉടച്ച് വെച്ച് കിഴങ്ങ് ഇതിലോട്ട് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആ ഒരു വലിയ കിഴങ്ങായിരുന്നു, അത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൂട്ടി മിക്സ് ചെയ്തെടുക്കണം. ഈ കിഴങ്ങിൽ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇപ്പം നല്ലപോലെ മിക്സാക്കി നല്ല റെഡിയാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ട് തോന്നും. അന്നേരം നമ്മൾ ഇച്ചിരി റസ്ക് പൊടി, ഇച്ചിരി റൊട്ടിപ്പൊടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക സ്വല്പം. ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ അത് ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നല്ല റെഡിയാക്കി വെച്ചത്. ഇനിയുമാണ് ഇത് നമ്മൾ ബോൾ നമ്മുടെ ഷേപ്പിൽ എന്താണെന്ന് ഏതാ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതിനെ സെറ്റ് ചെയ്തിട്ട് റൊട്ടിപ്പൊടി മുട്ട ടിപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കും. ഇങ്ങനെ ഷേപ്പാക്കി 13 കട്ട്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാഴക്കുമ്പേ 13 കട്ട്ലേറ്റ്. അപ്പോൾ കട്ട്ലേറ്റ് ആദ്യം നമ്മൾ എടുത്തിട്ട് ഒരെണ്ണം എടുക്കുക, ഇതുപോലെ ഈ മുട്ടയ്ക്കകത്തിടുക. മുട്ടയ്ക്കകത്തിട്ടിട്ട് ഈ റൊട്ടിപ്പൊടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി എടുക്കുക. ഇങ്ങനെ ഓരോന്നോരോന്ന് മുട്ടയിൽ മുക്കുക. നമുക്കിട്ട് റൊട്ടിപ്പൊടിയിലിടുക. ഇതുപോലെ ഡിപ്പ് ചെയ്ത് നല്ല കോട്ടിങ്ങോടെ കൂടി ഇവിടെ ഇതിൽ വെക്കുക. കട്ട്ലേറ്റ് എല്ലാം നല്ല റെഡിയാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ ഫ്രൈ ഇത് എല്ലാം മുക്കി റെഡിയാക്കി ഫ്രൈ ആയിട്ട് റെഡിയാക്കി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് വറക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ വെക്കുന്നു. പാൻ വെച്ച് ചൂടായി നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ആവശ്യം ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ എണ്ണ ചൂടാകുന്നത് നോക്കി നിൽക്കുക. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോഴും ഇത്ര സമയം എടുക്കും. പെട്ടെന്ന് ചൂടായി കൂടെയുണ്ട്. അത് പറഞ്ഞപ്പോൾ എണ്ണയ്ക്ക് ചൂടാകാൻ തുടങ്ങി കേട്ടോ. ചൂടാകുമെന്ന് പറയുന്നുണ്ട്. അല്ലേ ഞാൻ ചൂടാവും കേട്ടോ എണ്ണ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കട്ട്ലേറ്റ് അപ്പോൾ എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് നോക്കാം. ആദ്യത്തെ നമ്മൾ സാമ്പിൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അവനങ്ങോട്ട് എണ്ണയ്ക്കകത്ത് കിടന്നങ്ങോട്ട് തിളയ്ക്കുന്നതാണ്. അങ്ങോട്ട് തിളക്കട്ടെ, ഫ്രൈയാകട്ടെ. അപ്പോൾ ഇവനെ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ പതിയെ മറിച്ച് കൊടുക്കുക. കണ്ടോ, അത് തന്നെ മറിയാൻ വയ്യാത്തതുകൊണ്ട് കേട്ടോ ഞാനത് ഹെൽപ്പ് ചെയ്യുക. അതിന് തന്നെ മറിയാൻ മേല, അതുകൊണ്ട് ഞാനത് സഹായിച്ചു കൊടുക്കുക. അത് സഹായിച്ചു കൊടുത്തപ്പോൾ ഇപ്പറയുന്ന എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആയി വരുന്നുണ്ട്, ചൂടായി വരുന്നുണ്ട്. ലൈറ്റ് ഫ്രൈ ആവുക. ആദ്യത്തെ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരെണ്ണ വെട്ടി ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. ഏതാ ആദ്യത്തെ ആയതുകൊണ്ട്. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് കൂട്ടം നല്ല കളറൊക്കെ ആയി. വാഴക്കൂമ്പുണ്ട്. കട്ട്ലേറ്റ് കൂട്ടം നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കുളിച്ച് റെഡിയായി വന്ന് നിൽപ്പുണ്ട്. എണ്ണയിൽ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. നമുക്കിനി ബാക്കിയൂടെ അങ്ങോട്ട് വറക്കാം. അപ്പോൾ ബാക്കി ഞാൻ അങ്ങോട്ട് ഇട്ട് വറക്കാൻ പോകും. ഒക്കെ ആണെങ്കിൽ 10, 15, 20 കട്ട്ലേറ്റ് ഒന്നിച്ചിട്ടാണ് വറക്കുന്നത്. ഇത് നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അന്നപ്പോഴത്തേക്ക് കുറച്ച് എണ്ണയായിട്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ വറുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കുന്നു. വറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വലിയ തീ കൂടി പോകല്. എണ്ണ ആദ്യം നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ തീ ഇച്ചിരി കുറച്ചേക്കണം. അതുകൊണ്ട് ഒത്തിരി കുറയ്ക്കരുത്. പിന്നെ ചുമ്മാ ഇട്ട് ഇളക്കരുത്. ഇളക്കിയാൽ കട്ട്ലേറ്റ് പൊട്ടിപ്പോവും. തട്ടിപ്പോകാതെ നല്ല സോഫ്റ്റായിട്ട് കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെ പതിയെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ കട്ട്ലേറ്റിന് ഒരു കളറും എല്ലാം കിട്ടും. കണ്ട ഇപ്പോൾ ഒരുമാതിരി കണ്ട ഇതിൻ്റെ കളർ ആയി വരുന്നുണ്ട്. ആ കട്ട്ലേറ്റിൻ്റെ കളർ. ഇത് വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലേറ്റ് ഉണ്ട്. അത് ബീഫോ ഇത് ചിക്കനോ ഫിഷോ ഒന്നുമല്ല. അവനെ അത്ര പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്തെടുക്കും. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ നല്ല ഇതായിട്ട് നല്ല വെളിച്ചെണ്ണ വറക്കുക. ഇപ്പം ഞാൻ ചെയ്ത പോലെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്.
ആഹാരം ഒരു സ്നാക്സ് ആയിട്ട് കൊടുക്കാം. പക്ഷെ സ്വല്പ പണിയുണ്ട്, ഉള്ളത് പറയാമല്ലോ. ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ 3 പ്രോസസ്സിങ്. ആദ്യം തന്നെ നമ്മൾ ഈ നമ്മുടെ എന്താ പറയുന്നത് കൂമ്പ് കൊത്തി അരിഞ്ഞ് വേവിക്കണം. പിന്നെ കിഴങ്ങ് വേറെ വേവിക്കണം. അത് കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യണം. പിന്നെ ഇത് ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ട് റൊട്ടിപ്പൊടി മുക്കിയെടുക്കണം, എഗ്ഗ് മുക്കണം. ഇച്ചിരി പണിയുണ്ട്, മെനക്കെട്ട പണിയാണ്. എന്നാലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. കടയിൽ ചെന്ന് 20 രൂപ 25 രൂപ കൊടുത്ത് മേടിച്ച് കൊടുക്കുന്നു. പക്ഷേ എന്തും വേണ്ട വിഷം നമ്മൾ കൊടുക്കും. അതിനേക്കാളുമൊക്കെ നല്ലത് നമുക്ക് ഇച്ചിരി മെനക്കെടുവാണെങ്കിൽ ഇതുപോലെ കൊടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് റെഡി. ലാസ്റ്റ് ഭാഗം ഫിനിഷിങ്. നമ്മുടെ വാഴക്കൂമ്പ് കൊണ്ടുള്ള 13 കട്ട്ലേറ്റ് ഫ്രൈ ആക്കി വെച്ചേക്കുന്നു. ഇനി കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും വീണ്ടും ഞാൻ വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും വരുന്നവരേക്കും വണക്കം.